അത് ഒരു സഖാഫിയുടെ പ്രഭാഷണമാണ്. അതിൽ അദ്ദേഹം സലാം സുല്ലമിയെയും മടവൂരികളെയും കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുകയാണ്. അപ്പം നമുക്ക് പറയാനുള്ളത്, ആരാണ് ഈ സഖാഫിമാർ? തീർച്ചയായും അള്ളാഹു അല്ലാത്തവരെ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടാം, അവരോട് ദുആ ചെയ്യാം എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ കളവ് പറയുന്ന യാഥാസ്ഥികരും പിന്തിരിപ്പന്മാരും അന്ധവിശ്വാസികളുമായിട്ടുള്ള ആളുകളാണ് ഇവരെ. മുടിയും പൊടിയും ചട്ടിയും കോട്ടും കൊണ്ടുവന്ന ആളുകളാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മുടി പ്രദർശിപ്പിക്കാൻ ഒരു പള്ളി, ആ പള്ളിയുടെ പേരിൽ കോടാനകോടി ജനങ്ങളുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള ബണ്ടി ചോറെന്ന് പറയുന്ന പെരും കള്ളനെ നാണിപ്പിക്കുന്ന ആളുകളാണവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകം നിയന്ത്രിക്കുന്നത് 40 ഔലിയാക്കളാണെന്നും ആ ഔലിയാക്കളുടെ നേതാവാണ് കാന്തപുരമെന്നും പറഞ്ഞിട്ടുള്ള ഒരു അഹ്സനിയുണ്ട്, പകര അഹ്സനി. ആ പകര അഹ്സനി എന്ന് പറയുന്ന ഹിമാലയൻ നുണകൾ പറയുന്ന ആളുടെ അനുയായിയാണ് ഈ സഖാഫി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം മടവൂരികളെയും സലാം സുല്ലമിയെയും ആക്ഷേപിക്കുകയാണ്. അതിൽ അത്ഭുതമില്ല പ്രിയമുള്ളവരെ. കാരണം അള്ളാഹുവിൻ്റെ ദീന് വളവും വക്രതയും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന, തൗഹീദ് കൃത്യമായി പ്രബോധനം ചെയ്യുന്ന, തൗഹീദിൻ്റെ വിഷയത്തിൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത കൃത്യമായ കണിശമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന മടവൂരികളെയും സലാം സുല്ലമിയെയും ഒക്കെ ആക്ഷേപിക്കാൻ ഇവർ തയ്യാറാവും. കാരണം അവർ ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും വക്താക്കളാണ്. അവർക്ക് തൗഹീദിൻ്റെ ആളുകളെ കണ്ടുകൂടാ. അവർക്ക് അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും ഒക്കെ വക്താക്കളെ അറപ്പാണ്. ആക്ഷേപിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് മടവൂരികൾക്ക് സംസം വെള്ളം പച്ചവെള്ളം പോലെയാണെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്നു, മടവൂരികളെ സംബന്ധിച്ചിടത്തോളം, സലാം സുല്ലമിയെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം എന്ന് പറയുന്നത്, ആ സംസം വെള്ളത്തെക്കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ നിലക്ക് വന്നിട്ടുള്ള അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ അധ്യാപനങ്ങൾ എന്തുണ്ടോ അത് ഞങ്ങൾ ഒരിക്കലും തള്ളുകയില്ല. അത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും. എന്നാൽ മാ ഉസംസം ലിമാ ശുരിബലഹു എന്ന് പറയുന്ന ഹദീസുണ്ടല്ലോ, ആ ഹദീസ് മക്കയിൽ എഴുതി വെച്ചിട്ടുണ്ട് മടവൂരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് ഈ മുസ്ലിയാർ. ആ മുസ്ലിയാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിയാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ സലാം സുല്ലമിയെ കടിച്ചു കയറുന്നതിന് മുമ്പ്, നിങ്ങൾ മടവൂരികളെ കടിച്ചു കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഷാഫി മദ്ഹബാണെന്നാണല്ലോ പറയുന്നത്. ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി തങ്ങൾ, അദ്ദേഹത്തിൻ്റെ കിതാബെന്ന് മറിച്ചു നോക്കണം. അദ്ദേഹത്തിൻ്റെ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുകയാണ്, വഅമ്മാ ഹദീസു മാ ഉസംസം ലിമാ ശുരിബ ലഹു ഫർവാഹുൽ ബൈഹഖി ബിഇസ്നാദിൻ ളഈഫിൻ മിൻ റിവായത്തി ജാബിറിൻ ഖാല തഫറദ ബിഹി അബ്ദുല്ലാഹി ഇബ്നുൽ മുഅമ്മൽ വഹുവ ളഈഫുൻ. കണ്ടോ, ഇമാം നബവി പറയുകയാണ്, വഅമ്മാ ഹദീസു മാ ഉസംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം അത് എന്തിനാണോ കുടിച്ചത് അത് അതിനുള്ളതാണ്. അതായത് എന്ത് രോഗം മാറാൻ ഉദ്ദേശിച്ചു കുടിച്ചോ, എന്ത് ആഗ്രഹങ്ങൾ സഫലമാകാൻ വേണ്ടി കുടിച്ചോ അത് സഫലമാകും, അത് യാഥാർത്ഥ്യമാകും, അത് അതുകൊണ്ട് നേടും എന്ന് പറയുന്ന ഈ വചനം അത് ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. എങ്ങനെ? ബിഇസ്നാദിൻ ളഈഫിൻ, ദുർബലമായ സനദ് കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിൻ്റെ സനദിൽ അബ്ദുല്ലാഹ് ഇബ്നുൽ മുഅമ്മൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്.
അദ്ദേഹം ദുർബലനാകുന്നു എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സഖാഫിക്ക് അന്നം തിന്നുന്ന അതിനുള്ള ബുദ്ധിയുണ്ട് എങ്കിൽ, അല്പമെങ്കിലും സത്യസന്ധതയുണ്ട് എങ്കിൽ, അദ്ദേഹം സലാം സുല്ലമിയെയും അദ്ദേഹം മടവൂരികളെയും ആക്ഷേപിക്കുന്നതിന് മുമ്പ് ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം നവവിയെ ആക്ഷേപിക്കാൻ അദ്ദേഹം ധൈര്യം കാണിക്കുമോ എന്നുള്ളതാണ്. സമസ്തക്കാരെന്താ പറയാറുള്ളത്? അവർ ഷാഫി മദ്ഹബുകാരാണ് എന്നാണല്ലോ. ആ ഷാഫി മദ്ഹബിലെ ഇമാം നവവിയാണ് എഴുതിയിട്ടുള്ളത് ഈ ഹദീസ്. ഈ സഖാഫി പറഞ്ഞിട്ടുള്ള മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറയുന്ന ഹദീസ് ലഈഫാണ്, ദുർബലമാണ് എന്ന്. അല്പമെങ്കിലും സത്യസന്ധതയുടെ അംശം നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ ആദ്യം പരസ്യമായി മൈക്ക് കെട്ടി ഇമാം നവവി ആക്ഷേപിക്കൂ. കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള അബുൽ അബ്ബാസ് ഷിഹാബുദ്ദീൻ അൽ ബൂസൂരി അൽ ഖനാനി ഷാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ഹിജ്റ 840 വഫാത്തായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഹിജ്റ 840 വഫാത്തായിട്ടുള്ള ആ ഷാഫി മദ്ഹബുകാരനായിട്ടുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മിസ്ബാഹു സുജാജ ഫി സവായിദ് ഇബ്നു മാജ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു മാഉ സംസം ലിമാ ശുരിബ ലഹു എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസിനെ സംബന്ധിച്ച് ഹാദാ ഇസ്നാദുൻ ലഈഫുൻ ലിളുഅഫി അബ്ദുല്ലാഹ് ബിനുൽ മുഅമ്മൽ, ഈ ഹദീസ് ദുർബലമാണ്. കാരണം അതിന്റെ സനദിൽ അബ്ദുല്ലാഹ് ബിനുൽ മുഅമ്മൽ എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം ലഈഫാണ്, ദുർബലനാണ് എന്നുള്ളതാണ്. എന്തിന് പ്രിയമുള്ളവരെ, ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിത ലോകത്ത്, അത് മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായിട്ടുള്ള വിശ്വപ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതനായിട്ടുള്ള മഹാനായ ഇമാം ഹാക്കിം തങ്ങൾ, അദ്ദേഹം പറയുന്നു ഹാദാ ഹദീസുൻ സഹീഹുൽ ഇസ്നാദ് ഇൻ സലിമ മിനൽ ജാറൂദി, ഈ ഹദീസിന്റെ സനദ് ശരിയാണ്. എങ്ങനെയാണെങ്കിൽ ഇൻ സലിമ മിനൽ ജാറൂദി, ജാറൂദി ഒഴികെയുള്ളത്, ജാറൂദി ഉണ്ട് ഇതില്. ജാറൂദി എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ സനദിലുണ്ട്. എന്താ, ആരാ ജാറൂദി? മുഹമ്മദ് ബിൻ ഹബീബിനിൽ ജാറൂദി. ആ വ്യക്തി ദുർബലനാണ് എന്നുള്ളതാ. അപ്പോ ഈ മുസ്ലിയാര് ഹാക്കിം തങ്ങളെ തള്ളിക്കളയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഹിജ്റ 622 മരണപ്പെട്ടു പോയിട്ടുള്ള ഉമർ ഇബ്നു ബദർ അബൂ ഹഫ്സ് എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന് അദ്ദേഹത്തിന്റെ കിതാബ്, ആ കിതാബിൽ എഴുതുന്നു ലാ യസ്ഹു ഫി ഹാദൽ ബാബി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ വ ഇന്നമ സനാദിഖതു വലഉ മിസ്ല ഹാദിഹിൽ അഹാദീസ് അൽ മുഗ്നി അനിൽ ഹിഫ്ളി വൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. എന്താ അദ്ദേഹം പറയുന്നത്? ഈ വിഷയത്തിൽ ഒരു ഹദീസും ശരിയായിട്ടില്ല. ഇതൊക്കെ സിന്ദീഖികൾ ഉണ്ടാക്കിയിട്ടുള്ള ഹദീസുകളാകുന്നു എന്നുള്ളതാ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ആക്ഷേപിച്ച് തെറി പറഞ്ഞിട്ട് മതി മടവൂരികളെയും സലാം സുലമിയെയും ആക്ഷേപിക്കാൻ എന്നാണ് ഈ സഖാഫിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നു, സിനിമ ഇറക്കൽ ഹലാലാണെന്ന് മടവൂരികൾക്ക് അഭിപ്രായമുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. മടവൂരികൾക്ക് സിനിമ ഇറക്കൽ ഹലാലാണ് എന്ന് വാദമുണ്ടെങ്കിൽ കാന്തപുരത്തിൻ്റെ ആളുകൾക്ക്, AP സുന്നികൾക്ക് സിനിമ ഇറക്കൽ വാജിബാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ? മടവൂരികൾ ഒരിക്കലും, കേരള നെതുബത്തുൽ മുജാഹിദീൻ മർക്കസുദ്ദാഹ് ഒരിക്കലും സിനിമ ഇറക്കൽ ഹലാലാണ് എന്നുള്ള ഒരു ഫത്വയോ അങ്ങനെയുള്ള ഒരു പ്രസ്താവനയോ ഒരിക്കലും നടത്തിയിട്ടില്ല. അങ്ങനെ നടത്തിയതായി ഖിയാമത്ത് നാളോളം നിങ്ങൾക്ക് തെളിയിക്കാനും കഴിയില്ല. പിന്നെ ദജ്ജാലിൻ്റെയും സിറാത്തിൻ്റെയും കാര്യമാണ് മുസ്ലിയാർ പറഞ്ഞത്, ഖബർ ശിക്ഷയുടെ കാര്യമാണ്. അതിന് ധാരാളം തെളിവുകളുണ്ട്. ഈ മുസ്ലിയാർ മുജാഹിദുകളുടെ കിതാബുകൾ, പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, മുജാഹിദുകളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടില്ല. ഇദ്ദേഹം ഒരുപക്ഷെ മർക്കസിൽ നിന്നുള്ള അവരുടെ വലിയ വലിയ സക്കാഫിമാർ എഴുതി കൊടുത്തിട്ടുള്ള കുറിപ്പുകൾ വായിച്ചതായിരിക്കാം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാമിലെ അനുഷ്ഠാന മുറകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ജനാബ് A അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ എഴുതിയിട്ടുള്ളതാണ്. ഇതിൻ്റെ 603-ാമത്തെ പേജ് മുസ്ലിയാരൊന്ന് മറിച്ചു നോക്കണം. അതിലുണ്ട് അത്തഹിയാത്തും സ്വലാത്തും ഒക്കെ കഴിഞ്ഞാൽ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കൊടുക്കുന്നു. എന്താണ് ആ പ്രാർത്ഥന? ഹദീസിൽ
ഹദീസിൽ വന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ വ അഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വ ഫിത്നത്തിൽ മമാത്ത് എന്ന് തുടങ്ങുന്ന ഒരു വലിയ പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. എന്താ പ്രിയമുള്ളവരെ, ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നോട് രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥന നമസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കണമെന്ന അബ്ദുസ്സലാം സുല്ലമി പറയുന്നത്. എന്നിട്ട് സഖാഫി പറയുന്നു, ഇവർക്ക് ദജ്ജാലില്ല, ഇവർ ദജ്ജാലിനെ നിഷേധിക്കുന്നു, ഇവർ സിറാത്തിനെ നിഷേധിക്കുന്നു, ഇവർ ഖബർ ശിക്ഷയെ നിഷേധിക്കുന്നു എന്നുള്ളത്. മുസ്ലിയാര് പച്ച കള്ളം പറയുകയാണ്. അള്ളാഹുവിൻ്റെ കിതാബ് ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ, മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്താമെന്ന്, അവരോട് ദുആ ചെയ്യാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് പോലെ മടവൂരികളുടെ മേലെ നിങ്ങൾ ആക്ഷേപങ്ങൾ ചൊരിയുകയാണ്. അത് വൃഥാവിലാണ്, അതിലൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ തൗഹീദ് സത്യസന്ധമായി വളവും വക്രതയുമില്ലാതെ ആദർശ പ്രബോധനം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കിതാബും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹീഹായ ചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന തൗഹീദി പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുക, അത് ഇരുട്ടിൻ്റെ വക്താക്കൾക്ക്, അത് ഷിർക്കിൻ്റെ വക്താക്കൾക്ക് നിർബന്ധമായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നിങ്ങളിങ്ങനെ ആക്ഷേപിച്ചത്. പക്ഷേ നിങ്ങളുടെ ആക്ഷേപത്തിൽ ഒരു കഴമ്പുമില്ല എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ പറയുന്നു, മങ്കൂസ് മൗലൂദ് എഴുതിയത് പിശാച്ചാണ് എന്നാരോ പറഞ്ഞിട്ടുണ്ടെന്നാ. മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് എഴുതിയത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഷിർക്കിൻ്റെ വരികൾ എഴുതാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ മങ്കൂസ് മൗലൂദ് അതിൽ ഷിർക്കിൻ്റെ വരികളും ഷിർക്കിൻ്റെ ആശയങ്ങളുമാണുള്ളത് എന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയുമില്ല. മങ്കൂസ് മൗലൂദിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാം, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. കണ്ടോ, ആദം നബി മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്നുള്ളത്. അത് പച്ച നുണ. അങ്ങനെ തവസ്സുലാക്കാൻ വേണ്ടി പാടുള്ളതല്ല. അത് ഷിർക്കിലേക്ക് എത്തിക്കും. ഷിർക്കിന്റെ വഴിയാണത്. അതോടൊപ്പം തന്നെ വസ്തഗാസ ബിഹി നൂഹൻ, മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് ഇസ്തിഗാസ നടത്തി എന്നുള്ളതാ. കണ്ടോ, ഇങ്ങനെയുള്ള ഷിർക്ക്. വകാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മുതുകത്ത് മുഹമ്മദ് നബിയുടെ ഒളിവുണ്ടായിരുന്നു എന്ന് പറയുന്ന സംഭവം. ഇങ്ങനെ ഒരുപാട് നുണകൾ, ഒരുപാട് ഷിർക്കുകൾ. നിങ്ങൾ നോക്കൂ, ഈ മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത് അത് ഷിർക്കിൻ്റെ കൂമ്പാരമെന്നേ നമുക്ക് പറയാനുള്ളൂ. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ, നേതാക്കന്മാരുടെ നേതാവേ, എൻ്റെ സയ്യിദേ, ജിഅ്തുക ഖാസിദാ, അങ്ങയെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അർജൂ ഹിമാക്ക്, നബിയേ, അങ്ങയുടെ സംരക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നു. ഫലാ തുഖയ്യിബ് മഖ്സദി, എൻ്റെ ലക്ഷ്യം, എൻ്റെ ഉദ്ദേശം അത് വൃഥാവിലാക്കരുത് എന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കുക. കടുത്ത പച്ച ഷിർക്ക്, രോമം വെച്ച ഷിർക്ക്, ഇതാണ് മങ്കൂസ് മൗലൂദ്. അതിനെ ഖിയാമത്ത് നാളോളം ഈ ഭൂമിയിലുള്ള മുഴുവൻ മടവൂരികളും എതിർക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും അക്കാര്യത്തിൽ നിന്ന് മുസ്ലിയാരെ നിങ്ങൾക്ക് വേണ്ടതില്ല. ഈ ലോകത്ത് ഒരാളാണ് മടവൂരിയായി അവശേഷിക്കുന്നതെങ്കിൽ ആ മടവൂരിയും ഈ സഖാഫിമാരെ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഷിർക്കാണ്, ഷിർക്കിൻ്റെ കൂമ്പാരമാണ് മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങളുടെ കാലിലാണ് മന്ത് എന്ന് എനിക്ക് പറയാനുള്ളൂ. മടവൂരികളെ ആക്ഷേപിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. സലാം സുല്ലമി ആക്ഷേപിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ല. കാന്തപുരം എന്ന് പറയുന്നത്
ആ കാന്തപുരം കള്ളത്തരത്തിൻ്റെ ആശാനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വഹാദാ വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.